ാണ് അപകടത്തിൽപ്പെടുന്നത്. സ്കിഡ് ചെയ്യുന്നു, നേരെ വന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഇടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇതാണ് ആ റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥ. ഈ പരിതാപകരമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മാറ്റണമെന്ന് 2 വർഷമായി അധികാരികളോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ റോഡ് ഇപ്പോഴും ഒരു കണ്ണാടി പ്രതലം പോലെ മിനുസമായി തുടരുന്നു. അവിടെ മഴ പെയ്താൽ എങ്ങനെയാണോ സാധാരണ ഒരു ടൈൽ നമ്മൾ സ്ലിപ്പാവുന്നത്, അതേ വേഗതയിൽ സ്ലിപ്പായി മറുഭാഗത്തേക്ക് വരുന്നു. ഇതാണ് പനയമ്പാടം ജംഗ്ഷനിൽ സമാനമായ സാഹചര്യത്തിൽ മറ്റൊരു ലോറി അപകടത്തിൽപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത്തവണ അപകടം നടന്നപ്പോൾ അത് സിമൻറ്റ് കയറ്റി വന്ന ലോറിയായിരുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പാലക്കാട് ഭാഗത്തേക്ക് വന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറി പാലക്കാട് നിന്നും മണ്ണാർക്കാടേക്ക് പോയ ലോറിയുടെ മുൻഭാഗത്ത് പോയി തട്ടുന്നു, നിയന്ത്രണം നഷ്ടപ്പെടുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, ലോറി റോഡിൽ സ്കിഡ് ചെയ്തും ഇടിച്ചു മറിയുന്നു, കുഞ്ഞുങ്ങളുടെ ദേഹത്തേക്ക് സിമൻ്റ് അടക്കം വീഴുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പനയമ്പാടത്ത്